കേന്ദ്ര നയത്തിലൂടെ സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽ കേന്ദ്ര സർക്കാർ കടന്നുകയറുകയാണെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. PM ശ്രീ സ്കൂൾ കേരളത്തിൽ നടപ്പാക്കുന്നതിന് സമഗ്ര ശിക്ഷാ പദ്ധതിയെ കേന്ദ്രം ഉപകരണമാക്കുന്നുവെന്നും പദ്ധതിയിൽ തൽക്കാലം ഒപ്പിടേണ്ടെന്ന് മന്ത്രിസഭായോഗം തീരുമാനിച്ചതായും മന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഫെഡറലിസത്തിന്റെ അന്തസത്ത മാനിക്കാതെ അടിച്ചേൽപ്പിക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിന്റെ മാതൃകാ വിദ്യാലയങ്ങളായാണ് PM ശ്രീ സ്കൂളുകളെ കാണുന്നതെന്നും ഈ പദ്ധതി അംഗീകരിച്ച് അതിന്റെ MOUവിൽ ഒപ്പിട്ടില്ലെങ്കിൽ സമഗ്ര ശിക്ഷാ കേരളയ്ക്ക് പണം നൽകില്ലെന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചതെന്നും മന്ത്രി വി ശിവൻകുട്ടി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ 2 ഗഡുക്കളും ഈ സാമ്പത്തിക വർഷത്തെ കേന്ദ്രവിഹിതവും സംസ്ഥാനത്തിന് കേന്ദ്രം നൽകിയിട്ടില്ല. 14,500 PMC സ്കൂളുകളാണ് വിഭാവന ചെയ്തിരിക്കുന്നത്. ഇതിനായി 5 വർഷത്തേക്കായി ആകെ 27,360 കോടി രൂപ ചെലവഴിക്കും. ഈ ചെലവിൻ്റെ 60% കേന്ദ്രവും 40% സംസ്ഥാനങ്ങളുമാണ് വഹിക്കേണ്ടത്. 2027 ശേഷം കേന്ദ്ര സഹായം ഉണ്ടാകുമോ എന്ന് ഈ ഘട്ടത്തിൽ വ്യക്തമല്ല. PMC എന്നത് ഒരു പ്രത്യേക പദ്ധതിയാണ് കേന്ദ്ര വിഭാവന ചെയ്യുന്നത്. ഈ പദ്ധതിയെക്കുറിച്ച് തീരുമാനമെടുക്കുവാൻ സമഗ്ര ശിക്ഷ എന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയെ ഉപകരണമാക്കുകയാണ് കേന്ദ്ര സർക്കാർ. PMC സ്കൂൾ അംഗീകരിച്ച് അതിൻ്റെ MOUവിൽ ഒപ്പിട്ടില്ലെങ്കിൽ SSKക്ക് പണം നൽകില്ല എന്ന് തികച്ചും പ്രതിഷേധാർഹമായ നിലപാടാണ് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നത്. കേന്ദ്രം വെട്ടിമാറ്റിയ ഭാഗങ്ങൾ പ്രത്യേകം പുസ്തകങ്ങളാക്കി പഠനത്തിന് നൽകിയ സംസ്ഥാന സർക്കാർ നിലപാടിനൊപ്പമാണ് കേരള ജനത നിന്നത്. ദേശീയ നയം വഴി അടിച്ചേൽപ്പിക്കുന്ന പലതും വിദ്യാഭ്യാസ വിരുദ്ധമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.